ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമഹ്, ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിങ്ങൾക്ക് രാത്രിയാക്കി തന്നാൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് പകല് കൊണ്ടുവരാനുണ്ടാവുക? കാലം മുഴുവനും പകലാണെങ്കിൽ അല്ലാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് രാത്രി കൊണ്ടുവരാനുണ്ടാവുക എന്ന് ചോദിക്കുന്ന ഭാഗം ഇൻഷാ അല്ലാഹ് വഴിയെ നമ്മൾ അത് വളരെ വ്യക്തമായി ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. 4 സീസണുകൾ അല്ലേ? സമ്മറും വിന്ററും ഓട്ടം സ്പ്രിംഗ്, ഈ കാലഘടന അല്ലെ, സ്വൈഫും ഷിതാഉം റബീഉം ഖരീഫും, ഈ 4 സീസണുകൾ, 4 കാലാവസ്ഥകൾ അല്ലെ, ഉഷ്ണകാലവും ശൈത്യകാലവും ഹേമന്തവും ഗ്രീഷ്മവും, ഈ കാലഘട്ടങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഭൂമി കറങ്ങണം, രാവും പകലും ഉണ്ടാകണം, അല്ലെങ്കിൽ ഈ കാലാവസ്ഥകൾ മാറൂല. എന്നും ഒരേ കാലാവസ്ഥയിൽ മനുഷ്യന്മാർക്ക് മടുപ്പ് വരൂലേ? ഭൂമിയിലെ ജീവിതം അവതാളത്തിലാകില്ലേ? അല്ലാഹു തആല പറവമിൻ ആയാതിഹിൽ ലൈലു വന്നഹാർ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണല്ലോ രാത്രിയും പകലും. വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ, സൂര്യന് നിങ്ങൾ സുജൂദ് ചെയ്യരുത്, വലാ ലിൽ ഖമരി, ചന്ദ്രനും നിങ്ങൾ സുജൂദ് ചെയ്യരുത്. വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുൻ, ഇവകളെയൊക്കെ പടച്ച അല്ലാഹുവിനാണ് നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത്. സൂര്യൻ ആരാധിക്കുന്നവരുണ്ട്, പശുവിനെ ആരാധിക്കുന്നവരുണ്ട് അല്ലെ, പാമ്പിനെ ആരാധിക്കുന്നവരുണ്ട്. പക്ഷേ ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഈ ഗോളങ്ങളില്ലെങ്കിൽ മനുഷ്യന് രാവും പകലും ഇവിടെ ഇല്ല. മനുഷ്യന് വിശ്രമിക്കണമെങ്കിൽ രാത്രി തന്നെ വേണം. രാത്രിയോളം ആശ്വാസം തരുന്ന അല്ലേ, രാത്രിയെ നിങ്ങൾക്ക് അല്ലാഹു തആല സുബാത വജഅൽനൽ ലൈല ലിബാസ വജഅൽനൻ നഹാറ മആശ, അല്ലാഹു തആല വജഅൽനാ നൗമകും സുബാത, നിങ്ങളുടെ വിശ്രമം നിങ്ങൾക്ക് ശരീരത്തിന് ആശ്വാസമാക്കി അല്ലാഹു നിശ്ചയിച്ചു. അതിന് അല്ലാഹു തെരഞ്ഞെടുത്ത സമയം രാത്രിയാണ്. രാത്രിയിൽ കിട്ടുന്ന വിശ്രമം പകലിൽ ഒരു മനുഷ്യന് കിട്ടൂല, അത് രാത്രിയേ കിട്ടുള്ളൂ. അതും രാത്രിയുടെ നോക്കണം, നമുക്ക് ഉറക്ക് വേണം. നമ്മൾ വിചാരിക്കും ഉറക്കന്നെ വേണം. ഉറങ്ങുന്ന സമയത്ത് കുറെ എനർജി ഡ്രിങ്ക് കുടിച്ചിട്ട് കാര്യമില്ല, ശരീരത്തിന് ക്ഷീണം മാറൂല. ഉറക്കന്നെ വേണം. അതിന് കുറെ ഭക്ഷണം കഴിച്ചിട്ടും കാര്യമില്ല. അതിന്റെ ഒക്കെ അപ്പുറം ഉറക്ക് ശരീരത്തിന് ആവശ്യമാണ്. ഈ ഉറങ്ങണമെങ്കിൽ നമ്മുടെ തലയിലേക്ക് ഒരു ദ്രാവകം, നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഒരു ദ്രാവകം ഒലിച്ചിറങ്ങണം, മെലാറ്റോണിൻ എന്ന് പറഞ്ഞ സാധനം. ആ സാധനം ഇറങ്ങിയാലേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. ഒരു റൂമിൽ ഇരുട്ടായി കഴിഞ്ഞാൽ മെലാറ്റോണിൻ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒന്നും കരുതുന്നില്ല. സാധാരണഗതിയിൽ മെലാറ്റോണിൻ, ആ ദ്രാവകം നമ്മുടെ ബ്രെയിനിൽ എന്നാലേ ഉറങ്ങാൻ പറ്റുള്ളൂ. ഉറക്കില്ലാത്ത ആളുകൾക്ക് ഉറക്കു ഗുളിക കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാൻഡിൽ നിന്നുള്ള മെലാറ്റോണിൻ ദ്രവം ഉൽപ്പാദിപ്പിക്കാനുള്ള മരുന്നാണ് കൊടുക്കുന്നത്. അത് ഉൽപ്പാദിപ്പിച്ചാലേ ഉറങ്ങാൻ കഴിയുള്ളൂ. അള്ളാഹുവിന്റെ സംവിധാനം എന്താണ്? ലൈറ്റ് ഈവനിങ് അല്ലെ, വൈകുന്നേരമായി കഴിഞ്ഞാൽ, അസർ കഴിഞ്ഞാൽ മഗ്രിബോടുകൂടെ ഈ മെലാറ്റോണിൻ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. ഇരുട്ടാകും തോറും അത് പ്രവർത്തനം കൂടിക്കൂടി വരെ, രാത്രി മിഡ് നൈറ്റ് ആകുന്നവരെ ഇതിന്റെ പ്രവർത്തനം കൂടുതലാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല നമ്മുടെ നിസ്കാരത്തിന്റെ നേരങ്ങളൊക്കെ തന്നെ അങ്ങനെ നിശ്ചയിക്കാൻ കാരണം. മഗ്രിബായാൽ അല്ലെ, പിന്നെ അശാ, പിന്നെ രാത്രി ഭക്ഷണം കഴിക്കാൻ, അത് കഴിഞ്ഞാൽ പിന്നെ ഇശാ നിസ്കരിക്കാൻ, ഇശാ നിസ്കരിച്ചാൽ സ്ട്രൈറ്റ് ടു ബെഡ്, പിന്നെ നേരെ ഉറങ്ങാനാണ്, പിന്നെ വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ഖുർആൻ ക്ലാസ് തന്നെ നേരെ മാറ്റേണ്ടി വരുമല്ലോ. കുഴപ്പമില്ല. ചില ഇളവുകളാ വെച്ച് തന്നിട്ടുള്ളത്. അതിൽപ്പെട്ട ഒരു ഇളവാണ് തഅല്ലുമുൽ ഇൽം. ഇൽമ പഠിക്കാൻ വേണ്ടി ഈ രാത്രി ഇശാഇന് ശേഷമേ പറ്റുള്ളൂ, എന്നാൽ ആ സമയം ചെലവഴിച്ചോളൂ. പകലന്തിയോളം ജോലിക്ക് പോകുന്ന ഭർത്താവാണ്, തന്റെ ഭാര്യയെ കാണാനോ മിണ്ടാനോ സമയമല്ല. ഇശാ കഴിഞ്ഞിട്ട് ഒരു വർത്താനം പറഞ്ഞിരുന്നോട്ടെ, കുഴപ്പമില്ല. രണ്ടു കൂട്ടർ ഭയങ്കര പ്രശ്നത്തിലാണ്. അവരെ മസ്ലഹത്ത് ചർച്ചയ്ക്ക് ഒരു സമയം കിട്ടിയില്ല. ഇശാഇന്റെ ശേഷമേ പറ്റുള്ളൂ, ഇവര് രണ്ടു കൂട്ടരും കിട്ടുള്ളൂ. ഇസ്ലാഹു ദാത്തിൽ ബൈൻ, എന്നാൽ നിങ്ങൾ ഇശാഇന്റെ ശേഷം നിങ്ങൾ ഇരുന്നോളൂ. ഇതല്ലെങ്കിൽ വേഗം പോയി കിടന്നുറങ്ങണം എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുണ്ട്. ആ ഇൽമിൽ അല്ലാഹു അങ്ങനെ പെടുത്തി തരുമാറാകട്ടെ. അല്ലെങ്കിൽ കിടന്നുറങ്ങാൻ നമ്മുടെ ശരീരം തയ്യാറായി കഴിഞ്ഞു. നമ്മുടെ ബ്രെയിൻ മിഡ് നൈറ്റ് കഴിഞ്ഞാൽ, രാത്രി 12 മണി കഴിഞ്ഞാൽ മെലാറ്റോണിൻ എന്ന് പറഞ്ഞ സാധനത്തിന്റെ വരവ് കുറയാൻ തുടങ്ങുകയാണ്. അതാണ് പാതിരാത്രി കഴിഞ്ഞാൽ പിന്നെ ഉറക്ക് വരാതെയാകും. അതുവരെ ഉറങ്ങാതെ കിടന്നാൽ പിന്നെ ഉറക്കിന്റെ സാധ്യത കുറഞ്ഞു വരും. സുബ്ഹാനല്ലാഹ്.
പകലിൽ ഈ സാധനം കിട്ടണില്ല. ആ സാധനം മെലാറ്റോണിൻ പ്രവർത്തിക്കാനല്ല അത്ഭുതം. ശാസ്ത്രകാരന്മാർ കണ്ടെത്തിയത് വെളിച്ചവും ഇരുട്ടും തമ്മിൽ ഇതിന് ബന്ധമുണ്ട്. ഇരുട്ടായി കഴിഞ്ഞാൽ ഉടനെ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങും. പകൽ ഉറങ്ങണമെങ്കിൽ റൂം ഇരുട്ടാക്കണം. വെളിച്ചത്തിൽ ഒരാൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്തേ കാരണം? ഈ സാധനം പ്രവർത്തിക്കണമെങ്കിൽ ഇരുട്ട് നമ്മുടെ കണ്ണിലൂടെ കിട്ടുന്ന ഈ മെസ്സേജ് തലച്ചോറിൽ പോയിട്ട് ആ സാധനം ഇത് പുറപ്പെടുവിക്കണം. അപ്പോഴേ ഉറങ്ങാൻ പറ്റുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇത് എല്ലാ രാവുകളിലും അള്ളാഹു നമ്മുടെ തലച്ചോറിൽ തരുന്നുണ്ട്. നമ്മൾ ഉറങ്ങുന്നുണ്ട്, കുട്ടികൾ ഉറങ്ങുന്നുണ്ട്. മഗ്രിബായാൽ ഉറങ്ങാനുള്ള സംവിധാനത്തിലേക്ക് തലങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അതാണ് നിസ്കാരത്തിന്റെ സമയങ്ങൾ നോക്കണം. സുബ്ഹി നിസ്കാരത്തിന്റെ നേരം സുബ്ഹിയായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓസോൺ ഗ്യാസ് ഏറ്റവും കാണപ്പെടുന്നത് അന്തരീക്ഷത്തിൽ ആ ഇരുട്ടങ്ങട്ട് പോയി വെളിച്ചങ്ങനെ വരാനിരിക്കുന്ന സമയം. ഏറ്റവും കൂടുതൽ ഓക്സിജൻ അതിന്റെ പ്രസൻസ് ഭൂമിയോടടുത്ത ഭാഗത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സുബ്ഹിയുടെ നേരമാണ്. പള്ളിയിലേക്ക് നടന്നു പോകുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ഫ്രഷ് എയർ ഭൂമിയിൽ എപ്പോഴാണ് കിട്ടുന്നത്? ഈ സുബ്ഹിയുടെ സൂര്യ ഉദയത്തിന്റെ, എന്നാൽ ഉദയത്തിന്റെ 1 മണിക്കൂർ മുമ്പുള്ള ആ ഒരു സുബ്ഹി നിസ്കാരത്തിന്റെ നേരം തന്നെ പറയാം. ഏറ്റവും കൂടുതൽ ഓക്സിജൻ നമുക്ക് ശുദ്ധവായു കിട്ടുന്ന നേരം അതാണ് അള്ളാന്റെ ഭൂമിയിൽ. അത് റൂമിന്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ കിട്ടൂല. പുറത്തിറങ്ങിയാൽ വായു മനുഷ്യൻ ഇൻഹേൽ ചെയ്യണം. അതെടുത്താൽ ഏറ്റവും നല്ല സമയം അല്ലെ? നിസ്കാരങ്ങളുടെ ഒക്കെ ക്രമീകരണം ഭയങ്കര അത്ഭുതമാണ്. രാവും പകലും ബന്ധപ്പെടുത്തിയിട്ടാണ് അല്ലാഹു തആല ഇബാദത്തുകളെ തന്നെ വെച്ചിട്ടുള്ളത്. യാ അല്ലാഹ്, നിസ്കാരത്തിന്റെ ഖിയാമുൽ ലൈലിനൊക്കെ മഹാന്മാരായ ഉലമാ എങ്ങനെ പറയാം? രാത്രിയുടെ നിസ്ഫുൽ ലൈൽ ഉറങ്ങിയതിനു ശേഷം, അല്ലെങ്കിൽ സുലുസൈൽ ലൈൽ, രാത്രിയുടെ 2/3 കഴിഞ്ഞ് അസുലുസുൽ അഖീർ, അവസാനത്തെ 1/3 എഴുന്നേറ്റ് നിസ്കരിക്കുക. സുഹൂർ, അത്താഴത്തിന്റെ നേരം. അപ്പൊ എന്തായി? ഉറക്ക് കിട്ടേണ്ട ഭാഗം രാത്രിയുടെ ആദ്യ ഭാഗങ്ങളാണ്. രാത്രിയുടെ പകുതിയാകുമ്പോഴേക്ക് ഉറക്ക് കിട്ടിയിരിക്കണം. അത് വളരെ സയന്റിഫിക് ആണ് വിഷയം. രാത്രി പാതിരാ നേരത്തിന്റെ മുമ്പ്, രാത്രി 12 മണിക്ക് മുമ്പ് നമ്മൾ 1 മണിക്കൂർ ഉറങ്ങുന്നത് 12 മണിക്ക് ശേഷം 2 മണിക്കൂർ ഉറങ്ങുന്നതിന് തുല്യമാവുള്ളൂ. എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 12 മണിക്ക് മുമ്പ് കിട്ടിയാൽ, 12 മണിയുടെ മുമ്പ്, മിഡ് നൈറ്റ് 1 മണി എന്ന് കൂട്ടുക, അതിന്റെ മിഡ് നൈറ്റിന്റെ മുമ്പ് 1 മണിക്കൂർ കിട്ടിയാൽ ആ റാഹത്ത് കിട്ടണമെങ്കിൽ ശേഷം 2 മണിക്കൂർ ഉറങ്ങണം. രാത്രി തന്നെ ഉറക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ എത്ര ഖലാ കിട്ടിയാലും ആ ക്ഷീണം മാറൂല, രാത്രിയുടെ ക്ഷീണം. എന്തേ അത്? അള്ളാഹു നമുക്ക് സംവിധാനിച്ചത് രാവിലാണ്, രാത്രിയിലാണ് നമുക്ക് അല്ലാഹു തആല നമ്മുടെ ആശ്വാസം നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ വമിൻ ആയാതിഹി മനാമുക്കും ബില്ലൈലി വന്നഹാർ, അല്ലാഹു തആല അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. വലിയ ദൃഷ്ടാന്തമാണ് നിങ്ങൾ പകലിലും രാത്രിയിലും ഉറങ്ങുന്നത്. മഹാനായ മുഫസ്സിർ അൽ മർഹൂം റഹ്മഹുല്ലാഹ് ശൈഖ് മുതവല്ലി ശഅറാവി മഹാനവറുകൾ ഇതിനെ തഫ്സീർ ചെയ്തുകൊണ്ട് പറഞ്ഞു, അല്ലാഹു തആല രാത്രി ജോലി ചെയ്യുന്ന ആളുകളെ പരിഗണിച്ചത് നോക്കണം. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ് മനാമുക്കും ബില്ലൈൽ, നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നത്. എന്നാൽ ചില ആളുകൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. പട്ടാളക്കാർ, രാജ്യത്തിന്റെ ബോർഡർ കാക്കുന്ന ആളുകൾ, അവർക്ക് പകൽ അത് ഉറങ്ങി തീർക്കേണ്ടി വരും. വന്നഹാർ, പകലിലും നിങ്ങൾ ഉറങ്ങുന്നുണ്ടല്ലോ, ആ ഉറക്കും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. രാത്രി ജോലി ചെയ്യുന്നവരെ പരിഗണിച്ചുകൊണ്ട് പകൽ ഉറങ്ങുന്നവരെ പോലും അള്ളാഹു പരിഗണിച്ചുകൊണ്ടാണ് അവിടെ പറഞ്ഞത് എന്ന വലിയൊരു അത്ഭുതം മഹാനായ അല്ലാമ മുതവല്ലി ശഅറാവി തങ്ങൾ അവരുടെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഉറങ്ങാതിരിക്കുന്ന ആളുകൾക്ക് അതിന്റെ ബേജാറ് അറിയുള്ളൂ അല്ലേ? ഉറക്കം വരാതിരിക്കുമ്പോഴാണ് അതിന്റെ വിഷമം.